ഇരിങ്ങാലക്കുടയിലേക്കാണ്. മന്ത്രി ആർ ബിന്ദുവിന്റെ മണ്ഡലം എന്ന് മാത്രമല്ല, ഇരിങ്ങാലക്കുട ഒരു ട്രഡീഷണൽ ലെഫ്റ്റ് മണ്ഡലം എന്നൊന്നും പറയാൻ കഴിയില്ല. ആർ ബിന്ദു കഴിഞ്ഞ തവണ ജയിച്ചു, തോമസ് ഉണ്ണിയാടനെ തോൽപ്പിച്ചു. ഇത്തവണയും തോമസ് ഉണ്ണിയാടൻ തന്നെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. സന്തോഷ് ചെറാക്കുളം അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഒരു അട്ടിമറി നടക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണോ? അല്ല, ഈ ഇരിങ്ങാലക്കുട ലെഫ്റ്റിന് അങ്ങനെ അന്യമായ മണ്ഡലമൊന്നുമല്ല. പക്ഷേ ഈ ഇദ്ദേഹം വന്നതിന് ശേഷം, തോമസ് ഉണ്ണിയാടൻ വന്നതിന് ശേഷമാണ് ആദ്യം ചെറിയ വോട്ടിന്, പിന്നീട് വലിയ വോട്ടിന് അങ്ങനെ ജയിച്ച് വന്നതിന് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 2 തെരഞ്ഞെടുപ്പിലായിട്ട് അവിടെ പരാജയപ്പെട്ടു. തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പിൽ ഉണ്ണിയാടൻ ജയിച്ചു. അതെ, അതിനുശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പിൽ തോറ്റു. അങ്ങനെ 5 തവണ ഇപ്പോ ഉണ്ണിയാടൻ അവിടെയുണ്ട്. 6ാം തവണ ഉണ്ണിയാടൻ ബിന്ദു ടീച്ചറെ നേരിടുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുട തിരിച്ചു പിടിക്കുമോ? ആർ ബിന്ദുവിന് പരാജയമോ? വരട്ടെ സ്കോർ, വരട്ടെ പ്രൊജക്ഷൻ. ഇല്ല, ആർ ബിന്ദുവിനൊപ്പം തന്നെയാണ് ഇരിങ്ങാലക്കുട. 41.78%, 34.98 മാത്രമേ തോമസ് ഉണ്ണിയാടൻ എത്താൻ കഴിയുന്നുള്ളൂ. NDAക്ക് മികച്ച വോട്ട് ഷെയർ ഉണ്ട്, 23.24. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വളരെ മെച്ചപ്പെട്ട മന്ത്രിമാരിലൊക്കെ പരിശോധിക്കുമ്പം വളരെ മെച്ചപ്പെട്ട ഇരിങ്ങാലക്കുട മണ്ഡലത്തെയും കൂടി വെച്ച് വിലയിരുത്തണം. ഇരിങ്ങാലക്കുട അത്ര ഒരു ഹാർഡ് കോർ CPM മണ്ഡലമോ ലെഫ്റ്റ് മണ്ഡലമല്ല, അതിങ്ങനെ മാറി മാറി വരുന്നതാണ്. ഒരുപക്ഷെ എനിക്കൊന്ന് 2 തവണ പരാജയപ്പെട്ട ഒരാളെ വീണ്ടും മത്സരിപ്പിച്ചതിന്റെ ഒരു എതിർപ്പ് വോട്ടർമാർക്കിടയിലും UDF ക്യാമ്പിലും ഉണ്ട്. ഒരു പുതിയ സ്ഥാനാർത്ഥി വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിത്രം ഇതായിരിക്കില്ല. അങ്ങനെ ഒരു സംസാരം. തൃശ്ശൂർ ജില്ലയിൽ ഉണ്ണിയാടൻ അല്ലാതെ വേറെ ഏത് കേരള കോൺഗ്രസ് നേതാവ്? അങ്ങനെ ഒരു ചോദ്യമുണ്ട്, അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. മറ്റൊന്ന് നോക്കൂ, ഉണ്ണിയാടന് വോട്ട് കുറയുമ്പോൾ ആ വോട്ട് BJPയിലേക്ക് പോകുന്നുണ്ട്. അപ്പം UDFന് വോട്ട് ചെയ്യേണ്ടിയിരുന്ന ആളുകൾ ഒരുപക്ഷെ ഉണ്ണിയാടൻ വന്നതുകൊണ്ട് വീണ്ടും ഒരുപക്ഷെ ഞാൻ ഉറച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ UDFനോടുള്ള എതിർപ്പല്ല അവിടെ ഉണ്ണിയാടൻ വീണ്ടും മത്സരിക്കാൻ വന്നു. ഒരു പക്ഷേ ഇപ്പൊ ഇടുക്കി ഏറ്റെടുത്ത് റോയ് കെ പൗലോസിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയതുപോലെ ഇരിങ്ങാലക്കുട ഏറ്റെടുത്തിരുന്നെങ്കിലോ? സ്വാഭാവികമായിട്ടും വളരെ ശക്തമായ മത്സരം അവിടെ ഉണ്ടായേനെയും. ഈ കാണുന്ന ചിത്രമായിരിക്കില്ല. ഇതിപ്പോൾ ഒരു കംഫർട്ടബിൾ മാർജിനിൽ ബിന്ദുവിന് വിജയിക്കാനുള്ള സാഹചര്യമുണ്ട്. അവിടെ നമ്മൾ മണ്ഡലത്തെ വിസിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു പ്രതീതി കിട്ടും. അവർക്കൊരു വിജയ സാധ്യതയുണ്ട്. ഒരു കംഫർട്ടബിൾ മാർജിനാണ്. ഏകദേശം 7% ലീഡെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊജക്ഷൻ പറയുന്ന പോലെ പറയാം. അതായത് ഒരുപക്ഷെ എന്നല്ല, ബിന്ദു തന്നെ വിജയിക്കാനുള്ള സാധ്യതയാണ്. ടീച്ചർക്ക് സേഫ് ആണ് ഇരിങ്ങാലക്കുട എന്നുള്ളതാണ്.